ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഷാനവാസിനെ അല്ലാതെ തന്നെ തുടക്കം മുതലേ എൻ്റെ അടുത്ത് എന്തോ ഒരു വിരോധമുള്ള കണക്കായിരുന്നു. ഇന്നലെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. കാരണം ഞാൻ മനഃപൂർവ്വം അങ്ങനെ അയാളുടെ നെഞ്ചത്തേക്ക് എടുത്ത് എറിഞ്ഞതൊന്നുമല്ല. ഓൾറെഡി എൻ്റെ ടെമ്പർ തെറ്റി കിടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം അതൊരു പാല് നമ്മൾ വെള്ളം എടുത്ത് ഒഴിക്കുന്ന അതേ കണക്ക് തന്നെയല്ലേ പാല് വീഴുന്നത്. അപ്പോൾ അതിങ്ങനെ ഫ്രണ്ടിലേക്ക് ഒഴിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞാൻ മനഃപൂർവ്വം അയാളുടെ നെഞ്ചത്തേക്കൊന്നും എടുത്ത് എറിഞ്ഞ് അയാളെ കൊല്ലാൻ നോക്കിയതും ഒന്നുമല്ല. എന്തൊക്കെ ആൾക്കാർക്ക് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പം ഞാൻ അയാളെ കൊല്ലാൻ നോക്കി എന്നൊക്കെയുള്ളൊരു ടോക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെനിക്കറിയാം, ഞാനത് കേട്ടു. അതിപ്പം എന്നെപ്പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയെന്ന് പറഞ്ഞാലും എനിക്കറിയാം ഞാൻ അങ്ങനെ അറിഞ്ഞുകൊണ്ട് അയാളുടെ നെഞ്ചത്തേക്ക് എറിഞ്ഞതും ഒന്നുമല്ല. പാല് ഞാനിങ്ങനെ ഫ്രണ്ടിലേക്ക് ഒഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അയാളെ കൊല്ലാൻ നോക്കിയിട്ടും ഒന്നുമില്ല. ഇനി ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും ഇങ്ങനെ പറയാം, എനിക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് നെവിനങ്ങ് പോവുകയാണ്. അപ്പം നമ്മുടെ സാബുമാനും അക്ബറും കൂടെ പറയണം, അങ്ങനെയൊന്നും ആരും ഇവിടെ ചിന്തിക്കത്തില്ലടാ, നീ അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. അങ്ങനെയൊക്കെ ആര് പറഞ്ഞാലും ആൾക്കാർക്ക് ഇവിടെ എല്ലാവർക്കും അറിയാം നീ എന്താ ചെയ്തതെന്നുള്ളത്. നീ അങ്ങോട്ടൊന്ന് ഒഴിച്ചെന്നല്ലേ ഉള്ളൂ, അല്ലാതെ നീ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. അയാൾ നെഞ്ചത്തേക്ക് നീ എറിഞ്ഞിട്ടും ഒന്നുമില്ല. നെവിൻ പറയുന്നുണ്ട്, ഞാൻ നന്മമരമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നന്മമരമേ അല്ല, ഞാൻ എൻ്റർടൈനറാണ്. പക്ഷേ എനിക്കൊരു ബ്ലാക്ക് സൈഡ് കൂടിയുണ്ട്. അക്ബർ പറയുന്നുണ്ട്, ബ്ലാക്ക് സൈഡ് ഇല്ലാത്ത ആരുമില്ല. എന്നിട്ട് നെവിൻ ഇങ്ങനെ ഓടി വന്നിട്ട് ഇങ്ങനെ അഭിനയിച്ച് ഇങ്ങനെ കാണിക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് അനുമോള് വാ ഓ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോകത്തൊന്നുമില്ല. അങ്ങനെ പോയിട്ട് പറയാൻ എൻ്റെ പട്ടി പറയാം അവളെടുത്ത്. ലിറ്ററലി ഞാൻ അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നെവിൻ പറയുന്നുണ്ട്. ആസ് എ ഗെയിമർ ഞാൻ അനുമോളെ തന്നെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇവിടെ ഇപ്പം. പിന്നെ ഇത്രയും വൃത്തികെട്ട ഒരു സ്ത്രീ ഈ ഷോയുടെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട്, ഞാൻ അനുഭവിച്ച ട്രോമ, അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ല പ്രതികരിക്കുന്നത്. ഇനി ചിലപ്പോൾ ഞാൻ വെള്ളമായിരിക്കത്തില്ല ഒഴിക്കുന്നത്, തൈര് പാൽ എന്ത് വേണമെങ്കിലും ഞാൻ ഒഴിച്ചെന്നിരിക്കും. അക്ബറിൻ്റെ ഒരു വളിച്ച തമാശ അതിൻ്റെ ഇടയ്ക്കൂടെ, തേനൊന്നും ഇവിടെ ഇല്ലല്ലോ അത് ഒഴിക്കുമെന്ന് പറഞ്ഞ്. അല്ല, അത് ചിലപ്പം കിട്ടിയാൽ ഞാൻ ഒഴിച്ചെന്നിരിക്കുമെന്നാണ് പറഞ്ഞത്. അല്ലേ അഭിഷേകം ചെയ്യാൻ അവൾ ആര്? എന്തിന്? അവൾക്ക് പാലഭിഷേകമല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. അവൾ ആര് പാല് കുളിപ്പിക്കാൻ? ക്ലിയോപാട്രയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അക്ബർ പറയാണ് പാലും തേനും ഒഴിക്കരുത്. അന്നേരം പറയാം പാലും തേനും ഒഴിക്കത്തില്ല, അവളുടെ മേത്ത് ചാണകവെള്ളം കോരി ഒഴിക്കുമെന്ന് നെവിൻ പറയുന്നു. ഞാൻ കറക്റ്റ് പേരാണ് അവൾക്ക് ഇട്ടത്, ശവന്നാറിന്ന്. അവൾ കാണാനൊക്കെ ക്യൂട്ടാണ്, പക്ഷേ ആ ക്യൂട്ട്നെസ് അല്ല ലൈഫിൽ വേണ്ടുന്നത്. ശവന്നാറിയുടെ കണക്ക് നാറ്റമാണ് അവൾക്ക്. സാബുമാം ചോദിക്കുന്നുണ്ട്, ശവന്നാറി പൂവോ? അതിന് പറഞ്ഞാൽ അതൊരു പൂവാണ്, ഭയങ്കര സ്മെല്ലാണ്. അത് ശ്മശാനങ്ങളിൽ കാണുന്ന ഒരു പൂവാണ്. അതിന് കാണാൻ പാറ്റേണൊക്കെ വളരെ നല്ലതാണ്, പക്ഷേ അതിന് വല്ലാത്ത വൃത്തികെട്ട സ്മെല്ലാണ്. അതാണ് അനുമോള്. കാണാനൊക്കെ നല്ലതാണ്, പക്ഷേ വൃത്തികെട്ട സ്വഭാവം. ഇവിടെ ഇപ്പം ഞാൻ ഈ ഗെയിമിൽ ഞാൻ ഇതൊക്കെ പറയുന്നു, പക്ഷെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ആ പേര് പോലും ഞാൻ ഉച്ചരിക്കത്തില്ലെന്നൊക്കെ നെവിൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനോട് ഞാൻ യോജിക്കുന്നു എന്ന് അക്ബർ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു.